പ്രിയ പ്രേക്ഷകർക്ക് നമസ്കാരം. ഹാപ്പി വിഷു. ഈ വിഷു ദിനത്തിൽ വിഷു ആഘോഷങ്ങൾക്കിടയിൽ നമ്മുടെ പ്രിയപ്പെട്ട ഒരു അതിഥി എത്തുകയാണ്. മലയാളികളുടെ പ്രിയപ്പെട്ട സംഗീതജ്ഞൻ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി. സ്വാഗതം സർ. ഹാപ്പി വിഷു. നമസ്കാരം. താങ്ക് യു. മാഷ് ഒരു ഗ്രാമീണനാണ്, ഒരു തനി നാട്ടിൻപുറത്തുനിന്ന് വന്ന, ഇപ്പോഴും നാട്ടിൻപുറത്തുകാരൻ. പക്ഷേ വിഷു സത്യത്തിൽ നമ്മൾ സാധാരണ പറയും നാട്ടിൻപുറങ്ങളിലാണ് യഥാർത്ഥത്തിൽ വിഷുവിന്റെ എല്ലാ തലവും ഉള്ളത്. അപ്പൊ മാഷയുടെ മനസ്സിൽ ഒരു പഴയ ഗ്രാമീണനായ വിഷുക്കാലമുണ്ട്, ഒരു കുട്ടിക്കാലത്തെ വിഷു. തീർച്ചയായിട്ടും ആ വിഷുവിനെ കുറിച്ച് പറഞ്ഞ് നമുക്ക് അന്നത്തെ കാലത്ത് പിന്നെ വിഷു എന്ന് പറഞ്ഞാൽ എനിക്ക് ചെറുകുന്ന അമ്പലമാണ്. വേറെ നേരം ഭക്ഷണം കിട്ടും, അന്നപൂർണേശ്വരിയാണ്. അതൊക്കെയാണ് എൻ്റെ വിഷു ഓർമ്മ. അമ്മയും ഞാനും കൂടി കൈതപ്പുറത്തുനിന്ന് പിന്നെ പഴയങ്ങാടി വരെ ബസ് പോകും. എന്നിട്ട് അവിടെ നിന്ന് നടന്നു പോകും ചെറുകുന്നിലേക്ക്. അവിടെ പോയാൽ അവിടെ ചില ബന്ധുക്കളുണ്ട്. അവിടെ പോയി ഒന്ന് ഫ്രഷായിട്ട് അമ്പലത്തിനകത്ത് കയറിയാൽ അവിടെ മിക്കവാറും ഞാൻ കരഞ്ഞിട്ട് എഴുന്നേക്കാറുള്ളൂ. കാരണം വിശപ്പാണ് പ്രശ്നം. പലപ്പോഴും വിശപ്പ് മാറാത്ത ബാല്യത്തിൻ്റെ സ്മരണകളിൽ അമ്മയോട് പ്രാർത്ഥിക്കും, അന്നപൂർണേശ്വരി അന്നം കടാക്ഷിക്കണേ എന്നാണ്. സാധാരണ എല്ലാ ദിവസവും അമ്മ പ്രാർത്ഥിക്കും, ബലാവരി ബലാവരി അഗ്രശാലയമ്മേ അന്നപൂർണേശ്വരി അന്നം കടാക്ഷിക്കണേ എന്നാണ്. ആ അന്നം കടാക്ഷിക്കലിൻ്റെ പ്രാർത്ഥന ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഇപ്പോഴും കുട്ടിക്കാലത്തെ അതെ, അതിൻ്റെ കൂടെ ആ ഓർമ്മയും. പിന്നെ വാസ്തുവിൽ കേരളത്തിലുള്ള പല ഐതിഹ്യങ്ങളുടെ ബേസ് പിന്നെ ചെറുകുന്നമ്പലാണ്. അവിടെ ഇപ്പോഴും എല്ലാ രാത്രിയും വിശക്കുന്നവരുണ്ടോ, അത്താഴ പട്ടിണിക്കാരുണ്ടോ എന്ന് ചോദിക്കുന്ന സ്ഥലമാണ്. അതിപ്പോഴും ഉണ്ട്. അതിന് ജാതിയും മതമൊന്നുമില്ല. ഇപ്പോൾ പണ്ട് ബ്രാഹ്മണരുടെ ഒരു ഇതുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അതൊന്നുമില്ല. എല്ലാവർക്കും ഭക്ഷണം കൊടുക്കും. അത്ര പവിത്രമായ ഒരു ഓർമ്മയാണ് എനിക്കുള്ളത്. ഈ മാഷ പഴയ കുട്ടിക്കാലത്തെ വിഷുക്കണി ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിൻപുറത്തെ വിഷുക്കണി, അതെ, അത് ഒന്ന് പങ്കുവയ്ക്കാമോ? അപ്പവും വെള്ളരിയും ഒക്കെയുള്ള കണിക്കൊന്നും നമ്മൾ വന്ന കുട്ടികൾക്കെല്ലാം കൊടുക്കാൻ വേണ്ടിയാണ് ഈ അപ്പം ഉണ്ടാക്കുന്നത്. തലേന്ന് രാത്രി ഉണ്ടാക്കിയിട്ട് അവിടെ വെക്കും. കണി കാണാൻ വെച്ചിട്ട് അതിൽ നിന്നാണ് കൊടുക്കുക. പിന്നെ അതൊരു അത് ഞാൻ രാവിലെ എഴുന്നേറ്റ് പോകും ഇല്ലങ്ങളിലൊക്കെ ഇത് വാങ്ങിക്കാൻ, അപ്പം വാങ്ങിക്കാൻ. അതുപോലെ ഗുരുക്കന്മാരുടെ അടുത്ത് പോയിട്ട് കാരണവന്മാരുടെ അടുത്തൊക്കെ പോയാൽ ഒരു നാണയം കിട്ടും, നമസ്കരിക്കാം. അതൊക്കെ വലിയൊരു അനുഭവമാണ്. അതുപോലെ അമ്മാവൻ്റെ അടുത്ത് പോയാൽ അമ്മാവൻ വിഷു ഫലം പറഞ്ഞുതരും. കൈയൊക്കെ നോക്കിയിട്ട് വെറ്റില നോക്കിയിട്ടൊക്കെ ഒരു വർഷത്തെ വിഷു ഫലം പറയും. മിക്കവാറും എല്ലാവരും ഒരുപോലെ തന്നെ. എനിക്ക് നമ്മളെ അന്നത്തെ കാലത്ത് മാറ്റമൊന്നുമില്ല. ഇപ്പോഴാണല്ലോ മാറ്റങ്ങൾ ഉള്ളത്. ഇപ്പോൾ അന്ന് എല്ലാം ഒരുപോലെ തന്നെ. പക്ഷെ അതൊക്കെ ചടങ്ങാണ്. ഈ കഷ്ടപ്പാടുകളുടെ കാലത്തെ വിഷു, അതെ, യഥാർത്ഥത്തിൽ ഒരു സുഖമുള്ള വിഷുവാണോ? പക്ഷെ തീർച്ചയായിട്ടും അന്ന് സുഖമല്ലേ, അന്ന് ഭക്ഷണവും കിട്ടുമല്ലോ. അതെ, ഇത് കിട്ടും, കഴിഞ്ഞിട്ട് കിട്ടും, അപ്പം കിട്ടും. ഇതൊക്കെ നല്ല അനുഭവങ്ങളാണ്. അതെ. ഈ മാഷ് പിന്നെ കൈതപ്പുറത്തുനിന്ന് പിന്നീട് മാഷ് നേരെ കതിരൂർ അമ്പലത്തിലെത്തുന്നുണ്ട്. അന്ന് മാഷ് കഷ്ടിശാന്തി എഴുതിയൊരു അനുഭവം ഉണ്ടല്ലോ. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ പട്ടിണി കിടന്ന, പച്ചവെള്ളം കുടിച്ച് വിശപ്പ് മാറ്റി കഥയൊക്കെ കേട്ടിട്ടുണ്ട്. ആ കാലത്ത് ഒരു വിഷു ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, തീർച്ചയായിട്ടും. അതെങ്ങനെയായിരുന്നു? അത് തലമുറയുടെ പണ്ടെങ്ങാണ്ടൊരു തലമുറയുടെ കർമ്മഫലങ്ങളെയാകെ കൊച്ചു തലച്ചുമടാക്കിയ കുഞ്ഞുണ്ണിക്ക് ഒരു കീഴ്ശാന്തി പകരപ്പണി കൊണ്ട് ഇല്ലത്തൊരു നേരം കഷ്ടിശാന്തി. വാസൽ അന്നത്തെ ഈ പാടുകളിൽ നിന്നും നമ്മൾ കുറ്റക്കാരല്ല. അന്ന് ഞാൻ ജന്മിയൊന്നല്ല, ഞങ്ങളൊന്നും ജന്മിയൊന്നല്ല, ഒരു ചെറുകിട ആൾക്കാരൊക്കെ. പക്ഷേ ജന്മി എന്നുള്ള പേരിൽ ഉള്ള എല്ലാ ദുരിതങ്ങളും നമ്മുടെ തലയിൽ കെട്ടി വെച്ചിട്ടുണ്ട്. ഒന്നുമില്ല, ജോലിയില്ല, പഠനത്തിന് ഫീസ് വേണം, അതൊന്നും ഇല്ലാത്തതുകൊണ്ട് മിക്കവാറും പട്ടിണിയും ഈ തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ അഭയവും ഒക്കെയാണ് ഇരിക്കുക അന്നത്തെ. പക്ഷെ ഞാനതൊന്നും ദുഃഖിക്കുന്നില്ല. എനിക്കതൊക്കെ പവർ ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ എനിക്ക് കരുത്ത് കിട്ടും. അതാണ് ഈ മാഷയുടെ എഴുത്തിന്റെ വഴികളുണ്ടല്ലോ. അതെ, അതിൽ സ്വാഭാവികമായിട്ടും ഓണം വിഷു ഒക്കെ പ്രധാന ഘടകമാണ് എഴുത്ത്. ആ ഒരു വിഷു മാഷയുടെ രചനയിലെ ഓർമ്മ എന്ന് പറഞ്ഞു. എൻ്റെ വിഷു രചന എന്ന് പറയുന്നത് സിനിമയ്ക്ക് മുമ്പെയാണ്. അതെ അതെ. ഞാൻ ദാസേട്ടൻ പിന്നെ ഒരു ഫുൾ കാസറ്റ് പാട്ട് എഴുതണമെന്നുണ്ട്. ദാസേട്ടൻ മ്യൂസിക് ചെയ്യാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു എന്നോട് വിളിച്ചു കൊടുത്തത്. അപ്പോൾ അതിനു മുമ്പേ ഞാൻ വേറൊരു കാസറ്റ് ചെയ്തു, MG രാധാകൃഷ്ണനായിട്ട്.
അതിനുശേഷമാണ് അത് പാടിയപ്പോൾ ദാസേട്ടന് നമുക്ക് രണ്ടുപേർക്ക് ചെയ്യണമെന്നായി. അതൊക്കെ എൻ്റെ സിനിമാ ജീവിതത്തിന് തുടക്കമാണെന്ന് വെച്ചാൽ ആ പാട്ടൊക്കെ ആണ് പുറത്തേക്ക് വരാൻ ഇടയായത്. അങ്ങനെ അതിൽ ഞാൻ ഒരു പാട്ട് എഴുതി. കണിക്കൊന്ന പൂത്തുടുത്തു വിഷുപ്പുലരി കണിക്കൊന്ന പൂത്തുടുത്തു ശബരിമലയിൽ വിഷുപ്പുലരി കണിക്കൊന്ന പൂത്തുടുത്തു. അതാണ് ഞാൻ എഴുതി. അതെ, ശബരിമലയിലെ വിഷുവാണ്. കാരണം വിഷുവിന് അവിടെ നടക്കുമല്ലോ. അങ്ങനെ അവിടുത്തെ കണിക്കൊന്നകളെല്ലാം പൂത്തു. ഇത് കഴിഞ്ഞ് പിന്നെ ധർമ്മടത്തിനുള്ള സംഗീത പഠനം, ആ സംഗീത പഠന കാലത്തുള്ള ഒരു വിഷു എങ്ങനെയായിരുന്നു? സംഗീത പഠന കാലത്ത് മിക്കവാറും ഞാൻ എൻ്റെ മാഷുണ്ട് അവിടെ, പണിക്കർ മാഷ് എടുത്തായിരിക്കും മിക്കവാറും വിഷുവിന്. ഞാൻ രാവിലെ അമ്പലത്തിൽ വിഷു കണ്ടിട്ട് കണി കണ്ടിട്ട് രാവിലെ മിക്കവാറും അവിടെ നിന്ന് നടക്കും. ധർമ്മടത്തേക്ക് മേലൂരേക്ക് നടന്നു പോയി. എൻ്റെ ഇതൊക്കെ ഉണ്ട്, തോണിയൊക്കെ കിടന്നു. അങ്ങനെ പോയി അവിടെ എത്തിയിട്ട് മാഷ് തയ്യാറായിരിക്കും. പാവം മാഷ് എനിക്ക് സദ്യക്ക് സദ്യ ആരും കാണാതെ തരാൻ പറ്റുള്ളൂ. കാരണം അതിന് തൊട്ടടുത്ത് അമ്പലമുണ്ട്, അവിടെ ഈ ആൾക്കാരൊക്കെ ഉണ്ടാവില്ല. അപ്പൊ അവർക്കൊന്നും ഈ ഇദ്ദേഹം ഒരു താഴ്ന്ന ജാതിക്കാരനാണ്. അപ്പൊ ഞാൻ ശാന്തി കഴിക്കുന്ന നമ്പൂരി അവിടെ പാടില്ലാന്നാണ്. പക്ഷെ ഞാൻ എന്നെ അകത്ത് കയറ്റി ഇരുത്തിയിട്ട് അമ്മയും മാഷ ഭാര്യ പിന്നെ ആ ചെറിയ ഉഷയൊക്കെ ചെറിയ കുട്ടികളാണ്. ഞങ്ങളൊക്കെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കും അകത്ത്. അതൊന്നും ആരും കാണൂല. അങ്ങനെയുള്ള വിഷയം ഈ ജാതിക്കപ്പുറത്തുള്ള പിന്നെ അന്നും അതെ, സ്നേഹബന്ധങ്ങൾ അന്നും അതെ ഇന്നും അതെ. ആ കുടുംബം എന്ന് പറഞ്ഞാൽ എന്റെ സ്വന്തം കുടുംബമാണ്. അങ്ങനെയാണ് ധർമ്മടം എന്ന് പറയുമ്പോ എനിക്ക് അതെ അതെ ദീപകനോട് എനിക്ക് ഇഷ്ടമാണ്, കൂടുതൽ ഇഷ്ടമാണ് ആ ധർമ്മടവും മേലൂരും. അതെ തീർച്ചയായിട്ടും. ഈ മാഷെ സിനിമയിലേക്ക് എത്തുമ്പോഴുള്ള വിഷു സത്യം പറഞ്ഞാൽ പഴയ കുട്ടിക്കാലത്തെയോ അല്ലെങ്കിൽ നാട്ടിൻപുറത്തെയോ വിഷു അല്ല. വിഷു മാറി തിരക്കുകളുടെ വിഷുവാണ്. വിഷുവിന് അത് ഒരു വലിയ അനുഭവം. സാധാരണ അമ്മ എന്നോട് പറഞ്ഞതാണ്, കരാഗ്രിയ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂരേത് ഗോവിന്ദ, പ്രഭാതയെ കരദർശനം എന്നാണ്. രണ്ട് കൈയും കൂടി ചേർത്തിട്ട് ഇങ്ങനെ ആ മുഖത്ത് അമർത്തിയിട്ട് ഇങ്ങനെ കണ്ടാൽ മതി എന്നാണ് അമ്മ പറഞ്ഞത്. എന്നിട്ട് നീ വന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിച്ചാൽ കണി കണ്ടാൽ മതി. ഇത് നമ്മുടെ കയ്യിലാണ്, അധ്വാനിക്കുന്നവന്റെ കയ്യിലാണ് ഈശ്വരൻ. അതല്ലേ, അതന്നെയാണ് അമ്മ പറഞ്ഞത്. അമ്മ പറയുന്നത് വേറെ ഭാഷയിലായിരിക്കും അത്രയേ ഉള്ളൂ. അധ്വാനിക്കുന്ന കൈകളിലാണ് ഈശ്വരൻ തന്നെയാണ് അർത്ഥം. ഈ കാലത്തെ വിഷുവിന്റെ ഒരു മാറ്റം എങ്ങനെയാണ് പക്ഷെ? പഴയ കാലത്തെ വിഷു, ഇപ്പം വിഷു ഒരുപാട് മാറിയല്ലോ. പക്ഷെ എന്നാലും നമ്മളെ കണിക്കൊന്ന അവിടെ ഉണ്ട്, നമ്മുടെ ചക്കയുണ്ട്. അത് പ്രകൃതിയൊക്കെ കറക്റ്റ് സമയത്ത് പൂക്കും. ആ മേടം എന്ന് പറയുമ്പോഴേക്കും ഇപ്പം വിഷു കൊന്നയൊക്കെ പൂത്തിരിക്കും, ചക്കയൊക്കെ വളഞ്ഞിരിക്കും, മാമ്പഴമായി, വെള്ളരി. പിന്നെ എനിക്ക് കുറ്റിയായിട്ടുള്ള ഒരാൾ ഒരു പാക്കറ്റ് മാമ്പഴം കൊടുക്കും. അതെ, കുറ്റിയായിട്ടൊരു മാമ്പഴം. അതെ. അപ്പൊ അങ്ങനെ പ്രകൃതി തയ്യാറാണ്, നമ്മൾ മാത്രം തയ്യാറാണെന്ന് തോന്നും. അതിന് തയ്യാറാവാൻ ഇതുപോലുള്ള പരിപാടികൾ കുട്ടികൾ കാണണം. കുട്ടികൾ കാണുമ്പോൾ അവർക്ക് ഇത് ഇങ്ങനെയൊക്കെ ആയാൽ കൊള്ളാം തോന്നണം. എൻ്റെ വാക്കുകൾ എൻ്റെ ദാരിദ്ര്യം പറയലല്ല, അത് അതിന്റെ പ്രസക്തി ഓർമ്മപ്പെടുത്തല. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, അന്നും വിഷു ആഘോഷിച്ചു. ഇപ്പൊ എല്ലാം ഉള്ളപ്പോഴാണ് നിങ്ങൾ ആഘോഷിക്കാണ്ടിരിക്കേണ്ടത്. തിരക്കം കൂട്ടണ്ട, നിങ്ങൾ സുഖമായിട്ട് വിഷു ആഘോഷിക്കുക എന്ന് എനിക്ക് കുട്ടികളോട് പറയാനുള്ളത്. ഈ വിഷുക്കാലത്ത് മാഷ്ക്കൊരു വിശേഷം കൂടി പറയാനുണ്ടെന്ന് എനിക്കറിയാം. അതെ, മാഷയുടെ സംവിധായക വേഷത്തിലുള്ള സിനിമ അധികം വൈകാതെ ഇറങ്ങുന്നതാണ് അറിഞ്ഞത്. അതുകൂടി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പങ്കുവെച്ചാൽ. ഞാൻ അത് തീർച്ചയായിട്ടും 24ന്റെ മുമ്പില് ദീപകിനോട് വിശദമായിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ട്. എൻ്റെ പടത്തിൻ്റെ പേര് പിന്നെ മഴവില്ലിന് അറ്റം വരെ എന്നാണ്. ഒരു മഴവില്ലിന് ഒരു രാജ്യത്തു നിന്ന് വേറൊരു രാജ്യത്തേക്ക് പോകാൻ പാസ്പോർട്ട് വേണ്ട, ഒരു പരിധിയില്ല, സമുദ്രത്തിൻ്റെ പരിധിയില്ല, കടലില്ല, ഇതില്ല, മലകളില്ല, ഒന്നുമില്ല. ഇന്ത്യയിൽ തുടങ്ങുന്ന മഴവില്ല് പാകിസ്ഥാനിൽ അവസാനിക്കും, വേണമെങ്കിൽ സിലോണിൽ അവസാനിക്കും. ഇതിനാർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഇത്തരം ഈ സ്നേഹത്തിന്റെ ഒരു മഴവില്ലിന്റെ ചരിത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള സിനിമ. ഏതാണ്ട് എപ്പോഴേക്കത് റിലീസിങ്? മിക്കവാറും ഉടനെ റിലീസാവും. അതിനു മുമ്പ് തീർച്ചയായിട്ടും വിശദമായിട്ട് ഞാൻ ദീപുമായിട്ട് സംസാരിക്കുന്നുണ്ട്. എനിക്ക് എല്ലാവരുടെയും സഹായം വേണം, എല്ലാവരും കാണണം. മാഷയുടെ എന്തായാലും
ഞങ്ങളെല്ലാം ഒപ്പമുണ്ട്. മാഷിന്റെ സിനിമ എന്ന് പറഞ്ഞാൽ അത് മലയാളത്തിന്റെ തീർച്ചയായും സ്നേഹ സമ്മാനമായിരിക്കും ഉറപ്പായിട്ടും. മാത്രമല്ല നമ്മുടെ സംസ്കാരത്തിനോ നമ്മുടെ നന്മയ്ക്കോ നമ്മുടെ പ്രകൃതിക്കോ വിരുദ്ധമായിട്ടുള്ള ഒരു സംഭവം ഞാൻ പറയില്ല. ഞാൻ രാജ്യത്തിനെതിരായിട്ട് പറയില്ല. എൻ്റെ സ്നേഹത്തിൻ്റെ സിനിമയായിരിക്കും അത്. യാതൊരു നന്മയുടെയും അയൽവക്കത്തിൻ്റെയും കഥയാണ്, സ്നേഹത്തിൻ്റെ കഥയാണ്, കുടുംബകഥയാണ്. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ വിശദമായ വിവരം നിങ്ങളെ അറിയിക്കുന്നത് ഈ വിഷുദിനത്തിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി മാഷയുടെ ഒരു പാട്ട്. തീർച്ചയായിട്ടും എൻ്റെ പാട്ട് എന്ന് പറയുന്നത് കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനകിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. ഞാൻ കാണുന്ന നിങ്ങളെ എൻ്റെ ഉൾക്കണ്ണിൽ കാണുന്ന എൻ്റെ ഈ കാഴ്ചക്കാരൊക്കെ നിങ്ങളെല്ലാവരും ഭഗവാൻ തന്നെ. ദീപകും എനിക്ക് ഭഗവാൻ തന്നെയാണ്. എൻ്റെ മക്കളും എൻ്റെ സ്നേഹിതരും ഒക്കെ എനിക്ക് ഈശ്വരന്മാരാണ്. അങ്ങനെ കണ്ടാൽ പിന്നെ പ്രശ്നമില്ല. പിന്നെ ഒരു പ്രശ്നമില്ല. എനിക്ക് മതമില്ല, ജാതി ഒന്നും പറയണ്ട, ഒരു ഇതുമില്ല. ഒരു വിഭാഗീയതയില്ലാത്ത സ്നേഹത്തിൻ്റെ മതവും സ്നേഹത്തിൻ്റെ ജാതിയും സ്നേഹത്തിൻ്റെ നന്മയുടെ വിഷുവും നമുക്ക് ആഘോഷിക്കാം, ഗംഭീരമാക്കാം. തീർച്ചയായും പ്രേക്ഷകർക്ക് 24-ന്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും പതിവ് പോലെ എൻ്റെ സ്നേഹവും ജാതി മതാതീതമായ സ്നേഹത്തിൻ്റെ ആത്മീയതയുടെ നന്മയുടെ വിഷു. അതാണ് വിഷുവൽ പുണ്യകാലം. വിഷുവൽ പുണ്യകാലം എന്നാണ് കിളികൾ പറയുന്നത്. അതുകൊണ്ട് ആ നന്മയുടെ വിഷു, കുഞ്ഞിരാമൻ നായർ കണ്ട വിഷു, വൈലോപ്പള്ളി കണ്ട വിഷു, ശങ്കരക്കുറുപ്പ് കണ്ട വിഷു, വയലാറ് കണ്ട വിഷു, ഭാസ്കര മാഷ് കണ്ട വിഷു, അവരെ പോലെ ഞാനും കണ്ട വിഷു നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. നന്മയുടെ എല്ലാവർക്കും ഈ 24-ന്റെ വീക്ഷിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹം 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 വിശ്വാസംസകൾ. അപ്പോൾ മാഷെ ഒരുപാട് നന്ദി. മാഷ് വിഷുവിന്റെ തിരക്കിലാണ്, മാഷ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചാണ്. പക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി മാഷ് പങ്കുവെച്ചു. സന്തോഷം. തീർച്ചയായും ഹാപ്പി വിഷു. 24 എൻ്റെ ചാനലാണ്, അതെ അതെ, അതുകൊണ്ടാണ് ഞാൻ പങ്കെടുത്തത്. താങ്ക് യു. ഹാപ്പി വിഷു. സന്തോഷം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.